ഹായ്. അപ്പോൾ കുറച്ച് വിശേഷങ്ങൾ ബാംഗ്ലൂരിലെത്തിയതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചിട്ടോ. ഇതുവരെ ഷോർട്സ് ആണല്ലോ ഇട്ടത്, അപ്പോൾ ഇനി ഒരു ചെറിയ വീഡിയോ ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പൊന്നൂൻ്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നമ്മളിവിടുത്തെ KSRTC പോലുള്ള ബസ്സാണല്ലോ അവിടുത്തെ, അതിലൊരു യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൊന്നും ഞങ്ങളും കൂടി കയറിയിട്ടോ. അങ്ങനെ അവിടുന്ന് കുറച്ച് ദൂരം എത്തിയിട്ടാണ് ഞങ്ങൾ മെട്രോയിലെത്തിയത്. അങ്ങനെ മെട്രോയിൽ ഞങ്ങൾ ആദ്യമായിട്ട് ഇരുന്ന് പോവുകയാണ് കേട്ടോ. ഞാനും ചേച്ചി ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അനുഭവമാണ് കേട്ടോ പറയണത്. ഞാൻ ആദ്യമായിട്ടാണ് ഇരിക്കുന്നത്. ഇതുവരെ ഇപ്പോൾ ഈ മെട്രോയിൽ യാത്ര ചെയ്തൊക്കെ ഇപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അവിടെ നിന്ന് തന്നെ ഇപ്പോൾ ഒരുപാട് പ്രാവശ്യം ഇപ്പോൾ അന്ന് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട് മെട്രോയിൽ. അപ്പോൾ അതുവരെ പോയ പോക്കൊക്കെ നിന്നിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നമ്മൾ ചിക്പേട്ടയിലാണ് ഇറങ്ങിയത്. മെട്രോയിൽ ചിക്പേട്ടയിലേക്കാണ് വന്നത്. അവിടെ ഭയങ്കര കച്ചവടത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാണെന്ന് തോന്നുന്നു. കാരണം ജ്വല്ലറി ഐറ്റംസ് ആണെങ്കിലും സാരിയൊക്കെ ഭയങ്കര കളക്ഷൻസാണ് അവിടെ. അതുപോലെ തന്നെ കുറേ നമ്മളെ നാട്ടിലേക്കൊക്കെ അവിടെ നിന്ന് ഡ്രസ്സ് കൊണ്ടുവരുന്നുണ്ട് തോന്നുന്നു. അത് ഹോൾസെയിലായിട്ട്. അത് ഞങ്ങൾ ജീൻസിൻ്റെ പാൻറ്റൊക്കെ നോക്കാൻ പോയിട്ട്, പക്ഷേ ഹോൾസെയിൽ കടയിലൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഹോൾസെയിൽ അവർ ഒന്നായിട്ട് സെയിൽ ചെയ്യണവർക്കേ കൊടുക്കുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ പൊന്നു പറഞ്ഞു പുലർച്ചെ സമയത്തൊക്കെയാണ് ഇങ്ങനെ ലാഭത്തിൽ കിട്ടുക. അത് കഴിഞ്ഞ് പൊന്നു ഞങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് മൊജീറ്റോ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെതും കൂടി പൊന്നൂന് കൊടുത്തു, കാരണം എനിക്ക് അത്ര പറ്റാത്തതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മെട്രോയിലേക്ക് തന്നെ വന്നു. ഇനി അവിടുന്ന് നമ്മൾ MG റോഡ് പോവാം. MG റോഡാണെന്നാണ് എൻ്റെ ഓർമ്മയിൽ കേട്ടോ പൊന്നു. എനിക്ക് അത്ര തന്നെ അറിയില്ല സ്ഥലങ്ങളെ പേരൊന്നും. അപ്പോൾ ഞങ്ങൾ വീണ്ടും മെട്രോയിലെത്തി MG റോഡ് പോവാണ്. അപ്പം ഞങ്ങൾക്ക് കൂട്ടിനായിട്ട് തൃശ്ശൂരിൽ നിന്ന് ഒരു ടീമിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈബായിട്ടുള്ള ആൾക്കാർ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു ഇത്തണ്ട് അവരുടെ മോളും അവരുടെ ബ്രദറിൻ്റെ മോനും ആയിരുന്നു കേട്ടോ. റൈഹാനും അതേപോലെ നാസി അതുപോലെ അങ്ങനെ അവർ ഞങ്ങളെ മുൻപിൽ അതാ കണ്ടോ നടന്നു പോണു അവരാണ്. അപ്പോൾ അവർ കൂടി കിട്ടി. അവർ തലേ ദിവസം അപ്പോൾ MG റോഡൊക്കെ വന്ന് കറങ്ങി പോയതാണ്, കണ്ടൊക്കെ പോയതാണെന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചെന്നൊക്കെ പറഞ്ഞവർ കേട്ടോ. അപ്പോൾ ഞങ്ങളപ്പോൾ ഇവരെ എന്തായാലും നിങ്ങളെ കൂടെ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പോൾ ട്രെയിനിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോരാന്നുള്ള പ്ലാനിങ്ങിൽ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവർ തലേ ദിവസം കഴിച്ചതാണ് അവിടെ നിന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ കയറിയിട്ടുണ്ടായിരുന്നത്. ഒരുമിച്ച് കഴിക്കാനൊക്കെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ എത്തിയിട്ടില്ല കഴിക്കാൻ. ഞങ്ങളവിടെ കുറച്ച് കാഴ്ചകളൊക്കെ അവിടെ പൊന്നു പറഞ്ഞിരുന്നു. അവിടെ കാറിൻ്റെ ഷോ ആണ് ഇവിടെ ഉണ്ടാവുക. നല്ല ഭംഗിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ എടുത്ത സമയത്ത് ഞങ്ങൾ ചെന്ന സമയത്തൊക്കെ ഭയങ്കര രസമായിട്ട് അങ്ങനെ കാറുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ല നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലൊക്കെ നമുക്ക് കാണാൻ പറ്റിയാൽ നല്ല സിറ്റിയാണ് കാണാൻ ഏറ്റവും നല്ല. ഇതുവരെ എനിക്ക് അധികം ദൂരയാത്രകളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ എനിക്കിതൊക്കെ പുതിയ അനുഭവങ്ങളാണ്. കണ്ടോ ആ ആൾക്ക് പൊന്നു കയ്യൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. അപ്പോൾ ഇതാ ഇത്തേൻ്റെ മോളും ഞങ്ങളെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഞങ്ങളും അവരും കൂടി ഒരുമിച്ച്. അപ്പോൾ അതിനിടയിൽ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ലൈറ്റുകളും ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല ഇതായിട്ട് കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്താൽ കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. അപ്പോൾ അതാണെങ്കിലും മലയാളി സിനിമയാണ്. അപ്പോൾ അവരായിട്ട് നല്ല കമ്പനി ആയിട്ടിട്ട് അവർ തലേ ദിവസം ആണല്ലോ വന്നത്. അപ്പോൾ അതിനിടയിൽ ഞങ്ങൾക്കൊന്ന് ഒന്ന് വീഡിയോ എടുത്താണ്. അപ്പോൾ നാസിയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ മന്തിയായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് നാട്ടിലിങ്ങനെ കഴിച്ചതായതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് നമ്മൾ കഴിക്കണമല്ലേ മന്തി. അപ്പോൾ എനിക്ക് മന്തി വേണ്ട, എനിക്ക് എന്നാൽ ബിരിയാണി കഴിക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ. പക്ഷേ മന്തി കൊണ്ടുവന്ന് കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മന്തി എന്ന് പറഞ്ഞാൽ സ്പൈസിയാണ് കേട്ടോ. നല്ല സ്പൈസി ആണെങ്കിലും അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് മന്തി കഴിച്ചതിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടു അവിടെ നിന്ന് കഴിച്ചത്. അതിൻ്റെ ഇടയിൽ നാസിയാണ് കേട്ടോ ഞങ്ങളെ വീഡിയോ എടുക്കണത്. നാസി എനിക്കിതൊക്കെ വീഡിയോ എടുത്തിട്ട് എനിക്ക് പറ്റിയൊരു കമ്പനിയായിരുന്നു കേട്ടോ നാസി. അതേപോലെ റൈഹാൻ എന്ന് പറയും, അവന് റിച്ചു എന്നാണ് കേട്ടോ അവനെ വിളിക്കണം. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ കഴിക്കൽ കഴിഞ്ഞിട്ട് ഞാൻ പൊന്നു ഊബർ വിളിച്ചു. അപ്പോൾ അവരും വേറെ ഞങ്ങളും വേറെ ആയിട്ടാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണത്. അപ്പോൾ അവിടെ കുറച്ച് ബ്ലോക്കൊക്കെ, കാരണം ആ സമയത്തൊക്കെ അവിടെ ഫുൾ ആളുകളാണല്ലോ. അവിടെ ഏത് സമയത്തും ആളുകളുണ്ടാവും. പക്ഷേ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പുറത്തേക്ക്, നല്ല വൈബായിരുന്നു അവിടെ. നല്ല പൈസയൊക്കെ കയ്യിലുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റിയ സ്ഥലമായിരിക്കും. പക്ഷെ നമ്മളെ കയ്യിൽ അങ്ങനത്തെ ഇതില്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് പോകാനും വരാനൊക്കെ തന്നെ പറ്റുള്ളൂ. അപ്പോൾ കാറിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പൊന്നിന് പിന്നെ ഇവിടെ കുറേയൊക്കെ അറിയണതുകൊണ്ട് നമുക്ക് വിഷയമില്ല. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനൊക്കെ കയറി. അപ്പോൾ അത് കണ്ടോ, ഇവന് തീരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ റിച്ചു. നമ്മളെ കൂടെ വേറെ തിരുവനന്തപുരത്തുള്ള പത്തനംതിട്ടയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരെ എടുക്കാൻ ഞാനിനി
എടുത്തിട്ടും ഇല്ല കേട്ടോ, അവിടെ ഉണ്ട്, അപ്പുറത്തുണ്ട്. അപ്പം ഞങ്ങളൊക്കെ ഏകദേശം ഞാൻ അധികം കിടന്നുറങ്ങിയിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് യാത്രയിൽ ഞങ്ങൾ പെരിന്തൽമണ്ണ എത്തിയിട്ടോ. പാലക്കാട് ഇറങ്ങിയിട്ട് ഞങ്ങൾ പെരിന്തൽമണ്ണയ്ക്ക് ബസ് കയറിയതായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങളൊരു ഹോർലിക്സൊക്കെ കഴിച്ചു എല്ലാവരും കൂടി, ഞങ്ങൾ മൂന്നാളും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക കേട്ടോ.